കേരള ഗവൺമെൻറ്റിൻ്റെ കടമെടുപ്പും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടും. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതായത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കണക്കുകളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണക്കുകളും കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്ത് പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി കാണിക്കുന്ന വലിയ ഉത്തരവാദിത്വം, ഗൗരവതരമായ ഉത്തരവാദിത്വമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അപ്പോൾ ആ CAG പഠിച്ച് ഓഡിറ്റ് ചെയ്ത് കണ്ടെത്തിയതിന് ശേഷമാണ് പഠനം നടത്തുന്നത്. ഓഡിറ്റ് ചെയ്ത് തെറ്റുകൾ കണ്ടെത്തുന്നു, അങ്ങനെ പഠനം നടത്തുന്നു. അതിനുശേഷമാണ് ആ പഠന റിപ്പോർട്ട് പുറത്തുവിടുന്നത്. അങ്ങനെ പുറത്തുവിടുന്ന റിപ്പോർട്ട് തങ്ങളുടെ ഫങ്ഷനിങ്ങിന് എതിരാണ് അല്ലെങ്കിൽ തങ്ങളെ കുറ്റപ്പെടുന്ന തരത്തിലാണ് എന്ന് പറയുമ്പോൾ CAGയെ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ ദോഷൈക ദൃക്കുകളോടുകൂടി കാണുന്നതും വിമർശിക്കുന്നതും ഒരു ഗവൺമെൻറ്റിനും ഭൂഷണമല്ല. പക്ഷേ ഇന്ത്യയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റും ഒരുപോലെ CAGയെ ദോഷൈക ദൃക്കോടെ കാണാറും വിമർശിക്കാറുമുണ്ട് എന്നുള്ളത് ഇനി എന്ത് പേര് പറഞ്ഞു വിളിക്കണം എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും വ്യക്തികൾ കടമെടുത്താലും രാജ്യങ്ങൾ കടമെടുത്താലും വ്യവസായ സ്ഥാപനങ്ങളോ കർഷകരോ ആര് കടമെടുത്താലും കടമെടുപ്പിൽ ഒരു തെറ്റും ആരും കാണുന്നില്ല. പക്ഷേ പരിധി വിട്ടുപോകരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഉപാധി. രണ്ടാമതൊരു ഉപാധി കൂടിയുണ്ട്. കടമെടുക്കുന്ന പണം എവിടെയാണ് ചെലവഴിക്കുന്നത്? കടമെടുക്കുന്ന പണം പ്രത്യുൽപാദനപരമായ മാർഗങ്ങളിൽ മാത്രം ചെലവഴിക്കണം എന്നതാണ് അതിൻ്റെ തത്വശാസ്ത്രം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എങ്കിൽ മാത്രമേ കടമെടുത്ത പണവും അതിൻ്റെ പലിശയും കൂടി കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റൂ. മാത്രവുമല്ല, പ്രത്യുൽപാദനപരമായി ചെലവഴിക്കണം എന്ന ഒരു ഉപാധി ഉണ്ടെങ്കിൽ കടമെടുക്കുന്നവർ വളരെ കൃത്യതയോടെ അതിൻ്റെ കണക്കുകൾ, അതായത് കടമെടുത്ത ഓരോ പൈസയും എവിടെ ചെലവഴിച്ചു എന്നതിൻ്റെ കണക്കുകൾ കൃത്യമായി കണക്ക് കൂട്ടിവെക്കും. അതുപോലെ തന്നെ അത് പ്രത്യുൽപാദനപരമായ കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കാനും ശ്രമിക്കും. പക്ഷേ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, എത്ര കുടുംബങ്ങളാണ് കൂട്ട ആത്മഹത്യയിലേക്ക് പോകുന്നത്. അതായത് അവർ കുടുംബത്തോടെ കടക്കിണിയിലാകുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യം പറഞ്ഞാൽ ഈ കടക്കണിക്ക് സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 2.61% 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിലുള്ളത്. 2.61%. പക്ഷേ ഇന്ത്യയിലെ ആകെ ഉപഭോഗത്തിൻ്റെ 10%-ലധികം കേരളത്തിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. അത്ര ഉപഭോക്തൃ അധിഷ്ഠിതമാണ് കേരള സമൂഹം. അതുകൊണ്ടാണല്ലോ നമ്മുടെ സമൂഹത്തെ തന്നെ ഉപഭോക്തൃ സംസ്ഥാനം എന്ന വിളിപ്പേരാണ് കേരളത്തിനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനം ആയതുകൊണ്ട് തന്നെ, അത് തന്നെയുമല്ല ഇവിടെ കുറച്ചുകൂടി വിദ്യാഭ്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിലെ ഉപഭോക്തൃ രീതിയുമായിട്ടൊക്കെ ഒരു എക്സ്പോഷറുണ്ട്. ന്യൂസുകളിലും ഒക്കെ കണ്ടും കേട്ടും ഒക്കെ ആയിട്ട്. പിന്നെ വിദേശ രാജ്യങ്ങളിലുമായിട്ടുള്ള ബന്ധം, ഒരുപാട് പ്രവാസികളുള്ള രാജ്യം, ഏറ്റവും കൂടുതൽ, അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ലോക രാഷ്ട്രങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യക്കാരാണ്. ആകെ ഇമിഗ്രേഷൻ്റെ 22% ഇന്ത്യയിൽ നിന്നാണ് എന്നാണ് IMFൻ്റെ കണക്ക്. ആ 22% ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ കേരളമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇന്ത്യക്ക് വെളിയിലേക്ക് അയച്ചിരിക്കുന്നത്. ആകെ ഇന്ത്യയിൽ നിന്ന് വെളിയിൽ പോയിരിക്കുന്നവരുടെ 19% കേരളത്തിൽ നിന്നാണ് എന്നോർക്കണം. പക്ഷെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ, അതായത് പ്രവാസികൾ അയക്കുന്ന വരുമാനത്തിൻ്റെ കാര്യത്തിൽ കേരളമല്ല ഒന്നാം സ്ഥാനത്ത്, അത് മഹാരാഷ്ട്രയാണ്. കേരളം വളരെ ബഹുദൂരം പിന്നിലാണ് മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ. അതിന് കാരണം എന്തുവാ? അതിന് കാരണമായിട്ട് പറയുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് പോകുന്നത് ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോക്രാറ്റ്സും ഒക്കെയാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് ഒരുപാട് പേരും ജീവനോപാധി തേടി സാധാരണ തൊഴിലുകൾക്ക് വേണ്ടിയാണ് ഗൾഫ് കൺട്രീസിലേക്കൊക്കെ പോകാറുള്ളത്. അപ്പോൾ അവരുടെ വരുമാനവും കുറവായിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ പ്രവാസികൾ കേരളത്തിൽ നിന്നാണെങ്കിൽ വരുമാനം കുറവ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പം നമുക്ക് അത് അവിടെ നിൽക്കട്ടെ. CAG എന്താണ് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പിനെ പറ്റി? നമ്മൾ കടമെടുപ്പിൽ നിന്നാണ് പ്രവാസികളിലേക്ക് ഒക്കെ പോയത്. അപ്പോൾ പ്രവാസികളിലേക്ക് പോകാൻ ഒരു കാരണമുണ്ട്. ഈ പ്രവാസത്തിന് പോകുന്നതിന് മുൻപ് പലപ്പോഴും വ്യക്തികൾ കടമെടുത്ത് പിന്നെ വിസ മേടിക്കാനും ഒക്കെ തരപ്പെടുത്താനും ഒക്കെ ആയിട്ട് കടമെടുക്കും. അത് പിന്നെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാണ് കൊടുത്തു തീർക്കുക. അതേപോലെ തന്നെ വിദ്യാഭ്യാസ വായ്പ കേരളത്തിൽ നിന്ന് പ്രീ ഡിഗ്രി കഴിയുമ്പോൾ വലിയ പുറത്തേക്കുള്ള ഒഴുക്കാണ്. അവരൊക്കെ എന്താ ചെയ്യുന്നത്? 16 ലക്ഷം മുതൽ 40 ലക്ഷം വരെ കടമെടുത്ത് വിദ്യാഭ്യാസ വായ്പ എന്നും പറഞ്ഞ് കടമെടുത്താണ് ഇവിടെ നിന്ന് ഒട്ടുമിക്ക കുട്ടികളും വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ കടമെടുപ്പ് എന്ന് പറയുന്നത് പ്രവാസത്തിലേക്ക് പോകുന്നവരുടെ ഒരു ഭാഗമാണ്. അവർ പോയി നന്നായി വന്ന് ആ പണം തിരിച്ചടയ്ക്കും, പ്രത്യുൽപാദനപരമായി ചെലവഴിക്കുന്നു എന്ന് കരുതിയാണ് ബാങ്കുകൾ അവർക്ക് വായ്പ കൊടുക്കുന്നത്. ആ വായ്പ ചിലപ്പോൾ തിരിച്ചു വരും, ചിലപ്പോൾ തിരിച്ചു വരില്ല. അങ്ങനെ തിരിച്ചു വരാത്ത വായ്പ 99,000 കോടി രൂപയുണ്ടെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ഒരു 2 മാസം മുമ്പ് കണ്ടത്. ഈ അടുത്ത ദിവസം ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഈ പറയപ്പെട്ട ബാങ്ക് വായ്പ എടുത്ത് അത് നന്നായി ഫ്രക്ടിഫൈ ചെയ്യും, പ്രൊഡക്റ്റീവായിട്ട് പഠിച്ച് ജോലിയിലെത്തും, തിരിച്ചടയ്ക്കും എന്നൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്ന കുട്ടികൾ എന്ത് സംഭവിക്കുന്നു? അവർ നന്നായി പഠിച്ച് മിടുക്കരായി ജോലി മേടിക്കുന്നില്ലേ? എന്തായാലും എടുത്തിരിക്കുന്ന ബാങ്ക് വായ്പകളിൽ ഒരു വലിയ ഭാഗവും കിട്ടാക്കടമായി തീർന്നു ഇന്ത്യയിൽ എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അമിതമായിട്ട് കടം ആരെടുത്താലും അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അത് വ്യക്തികളാകട്ടെ, സ്ഥാപനങ്ങളാകട്ടെ, സർക്കാരുകളാകട്ടെ. ആ സർക്കാർ, നമ്മുടെ കേരള സർക്കാർ എടുക്കുന്ന കടത്തെ പറ്റിയാണ് CAGയുടെ 22-23 വർഷത്തേക്കുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ടിലാണ് വളരെ നിരുത്തരവാദപരമായിട്ട് വായ്പ എടുക്കുന്നതും അത് പിന്നെ വക മാറ്റി ചെലവഴിക്കുന്നതുമൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കണക്ക് തരുന്നത്, CAG കണക്ക് തരുന്നത്. അപ്പോൾ അതനുസരിച്ച് CAG എന്താ പറയുന്നത്? അതായത് അത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, വായ്പ എടുക്കുന്നത് കൊള്ളാം, പക്ഷെ വായ്പ എടുക്കുന്ന പണം പ്രത്യുൽപാദനപരമായിട്ട് ഉപയോഗിക്കണം എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി. അതുപോലെ രണ്ടാമത്തെ ഉപാധി, ഒരു പരിധി വേണം കടത്തിന്. കടം തരാൻ ആളുണ്ടെന്ന് വിചാരിച്ച് വാങ്ങിച്ചുപയോഗിക്കുന്നത് നമ്മളൊരു പരിധി വെക്കണം. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉപാധി എന്ന് പറയുന്നത്. അപ്പം ഈ 2 ഉപാധികളും തെറ്റിക്കുന്ന തരത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോക്ക്. അതായത് കടം തരാനും മടിക്കുന്നു, അതുപോലെ തന്നെ കിട്ടിയ കടം വ്യക്തമായ രീതിയിൽ വേണ്ട രീതിയിൽ ചെലവഴിക്കാനും പ്രത്യുൽപാദനപരമായി ചെലവഴിക്കാനും സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നില്ല, വകമാറ്റി ചെലവഴിക്കുന്നു എന്നൊക്കെയാണ് CAG കുറ്റപ്പെടുന്നത്. അപ്പോൾ എന്തിനാണ് കടമെടുക്കുന്നത്? കടമെടുക്കുന്നത് മൂലധന ചെലവിന് വേണ്ടിയായിരിക്കണം, പ്രത്യുൽപാദനപരമായ ചെലവുകൾ. അതാണ് മൂലധന ചെലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ പണം ചെലവഴിച്ച് കൂടുതൽ ഉൽപ്പാദനം ഏതെങ്കിലും മേഖല, ഇപ്പോൾ ഉദാഹരണത്തിന് എന്തൊക്കെയാണ് മൂലധന ചെലവെന്ന് പറഞ്ഞാൽ, സാമൂഹ്യ മൂലധന ചെലവുകളുണ്ട്, അതുപോലെ തന്നെ ഭൗതിക അടിസ്ഥാന സൗകര്യ ചെലവുകളുണ്ട്. സാമൂഹ്യ മൂലധന ചെലവ് എന്ന് പറയുമ്പോൾ ആരോഗ്യ മേഖലയെ, അതുപോലെ വിദ്യാഭ്യാസ മേഖല, ഇത്തരം മേഖലകളുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഫണ്ടാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതാണ് സാമൂഹ്യ മൂലധന ചെലവ് എന്ന് പറയുന്നത്. അതേ സമയത്ത് ഭൗതിക മൂലധന ചെലവ് എന്ന് പറയുന്നത് ഭൗതിക അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുവാൻ വേണ്ടി ചെലവഴിക്കുന്ന ഫണ്ടാണ്. റോഡ്, പാലം, ജലസേചന സൗകര്യം, ഇങ്ങനെ നമുക്ക് സാധാരണ വ്യക്തികളല്ല, ഗവൺമെൻറ് തന്നെ ചെലവഴിക്കുന്നു. അതും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതിനാണ് ഭൗതിക അടിസ്ഥാന സൗകര്യ വികസന ചെലവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2, അതായത് സാമൂഹ്യ മൂലധന ചെലവിന് വേണ്ടിയും ഭൗതിക അടിസ്ഥാന സൗകര്യ ചെലവിന് വേണ്ടിയുമാണ് ഒരു സർക്കാർ കടം കൊള്ളേണ്ടത്. അങ്ങനെയാണ്, ആ പേര് പറഞ്ഞാണ് കടം കൊള്ളുന്നത്. പക്ഷേ കടം കൊണ്ടിട്ട് സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? സംസ്ഥാന ഗവൺമെൻറ് റവന്യൂ ചെലവിന് വേണ്ടി 87 കടം കൊണ്ടതിൻ്റെ 87% വരെ റവന്യൂ ചെലവിന് വേണ്ടി എടുക്കുന്നു എന്നാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. ഇത് CAG കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കേരള സമ്പദ്ഘടന നിഴലും വെളിച്ചവും. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്,
82% വരെ കടമെടുക്കുന്നതിൻ്റെ 82% വരെ എന്താണ് പറയുക റവന്യൂ ചെലവിന് വേണ്ടി മാറ്റുന്നു എന്ന്. ഇവിടെ അത് 82 എന്നുള്ളത് 87%. കാരണം റീസെൻ്റ് ആയിട്ട് ഈ വർഷം 23-24 വർഷത്തിലാണ് അത് 87% ഉയർന്നിരിക്കുന്നത്. അതിനു മുൻപ് 82 വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെലവഴിക്കുന്നത്? ഇങ്ങനെ ചെലവഴിക്കുന്നു പറഞ്ഞാൽ ആരെയും പേടിക്കാനില്ല. ഭരണത്തിൽ എങ്ങനെ കാല് പിടിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇഷ്ടം പോലെ ഭരിക്കും, നിങ്ങൾ അത് സഹിച്ചോണം എന്നാണ് പറയുക. എന്ന ഭാവത്തിലാണ് ഗവൺമെൻറ് നിലകൊള്ളുന്നത്. ഇനി അടുത്ത ഭരണം നിങ്ങൾക്ക് തരില്ലെന്ന് പറഞ്ഞാൽ അടുത്ത ഭരണം ഞങ്ങൾക്ക് തന്നെ വേണം എന്ന രീതിയിലാണ് PRD ചെലവുകൾ, പബ്ലിക് റിലേഷൻസ് ചെലവുകൾ, അതായത് മുഖം മിനുക്കാനുള്ള നിരവധി പരിപാടികൾ. അപ്പൊ ഈ വകമാറ്റി ചെലവഴിക്കുന്ന ഫണ്ടൊക്കെ പോകുന്നത് മിക്കവാറും ഈ മുഖം മിനുക്കൽ പരിപാടികളിലേക്കായിരിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ അറിയണം. നമ്മളത് മനസ്സിലാക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യണം. എത്രയെത്ര PRD ഏജൻസികളെയാണ് ഗവൺമെന്റ് വീണ്ടും 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 മുഖം മിനുക്കിയത് പോരാ എന്ന് തോന്നിക്കൊണ്ട്, അതായത് ഉള്ള വിമർശനങ്ങളെ ഒക്കെ മൂടിക്കെട്ടത്തക്ക രീതിയിൽ അവർ ചെയ്ത എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ചെയ്തോ അതിനെ പർവ്വതീകരിച്ച് കാണിച്ച് ഈ ഗവൺമെന്റ് എന്ന് വെച്ചാൽ മഹത്തരമായ കാര്യങ്ങൾ മാത്രമാണ്, മഹത്തരമായ ആശയങ്ങൾ മാത്രമാണ്, ജനങ്ങളെല്ലാം വലിയ ക്ഷേമത്തിലാണ്, ഇവിടെ ദരിദ്രരില്ല, ഈ തരത്തിലുള്ള കണക്കുകൾ കൊണ്ടുവന്ന് ആ കണക്കുകളെ പരിപോഷിപ്പിക്കാനായിട്ടാണ് ഒരുപാട് PR ഏജൻസികൾ, പബ്ലിക് റിലേഷൻസ് ഏജൻസികളെ വലിയ ചെലവിൽ അപ്പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് CAG കണ്ടെത്തിയിരിക്കുന്നത്? CAG കണ്ടെത്തിയിരിക്കുന്നത് റവന്യൂ ചെലവിന്, അതായത് സംസ്ഥാന സർക്കാരിന് നികുതി വരുമാനമായും നികുതിയേതര വരുമാനമായും വരുന്നത്, അതുപോലെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതം. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതം എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കല്ലേ, കേന്ദ്രം എവിടെയോ വളരെ കാര്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ട് അതെടുത്ത് സംസ്ഥാനങ്ങളോടുള്ള സ്നേഹം കൊണ്ട് വിതരണം ചെയ്യുകയാണെന്നല്ല. പരോക്ഷ നികുതികൾ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റുകൾ പിരിക്കുന്നത്. ആ പരോക്ഷ നികുതികളിൽ തന്നെ വലിയ ഭാഗം അല്ലെങ്കിൽ പകുതിയെങ്കിലും ഇപ്പോൾ GSTയിലാണ്. GST പിരിക്കുന്നത് പകുതി കേന്ദ്രവും പകുതിയാണ് സംസ്ഥാനങ്ങളും എടുക്കുന്നത്. അപ്പൊ GST വന്നപ്പോൾ നേരിട്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് അതൊരു അടിയായിപ്പോയി. പകുതി GST വരുമാനം കേന്ദ്രം എടുക്കുന്നു, പകുതി GST വരുമാനം സംസ്ഥാനം എടുക്കുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പൊ GST വരുമാനം ഏതിൽ നിന്നാണ്? പ്രത്യക്ഷ നികുതിയിൽ നിന്നല്ല, പരോക്ഷ നികുതി, ഇൻഡയറക്റ്റ് ടാക്സസിൽ നിന്നാണ് GST ചരക്ക് സേവന നികുതി കളക്ട് ചെയ്യുന്നത്. ആ കളക്ട് ചെയ്യുന്ന നികുതിയുടെ പകുതി കേന്ദ്രം എടുക്കുന്നു, പകുതി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നു. അതേ സമയത്ത് പ്രത്യക്ഷ നികുതി, അതായത് വ്യക്തികളിൽ നിന്നുള്ള ഇൻകം ടാക്സ്, കോർപ്പറേറ്റുകളിൽ നിന്നുള്ള ഇൻകം ടാക്സ്, അതുപോലെ തന്നെ സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, ഇതൊക്കെ വലിയ വരുമാന മാർഗമാണ്. ഈ വരുമാനം എല്ലാം കൂടി തൂത്തുകൂട്ടി എടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അങ്ങനെ ഒരു സെൻട്രൽ പൂൾ ഉണ്ടാക്കുന്നു. ആ സെൻട്രൽ പൂളിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് ഒക്കെ ഫിനാൻസ് കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റും ഒന്നിച്ചിരുന്നാണ് ആ മാനദണ്ഡങ്ങൾ തീരുമാനിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത് എന്നതുകൊണ്ട് അർത്ഥമില്ല. അപ്പൊ അങ്ങനെ ഫിനാൻസ് കമ്മീഷന്റെ മാനദണ്ഡം അനുസരിച്ചാണ് ആ സെൻട്രൽ പൂളിൽ നിന്ന് ജനങ്ങൾക്ക്, അതായത് സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൊടുക്കുന്നത്. അത് പക്ഷെ സെൻട്രൽ പൂൾ പൂർണ്ണമല്ല. സെൻട്രൽ പൂളിന്റെ 59% കേന്ദ്രത്തിന്റെ സ്വന്തം കയ്യിൽ വെച്ചിട്ട് 41% മാത്രമാണ് ഇങ്ങനെ വിതരണം, അതായത് സെൻട്രൽ പൂൾ എന്ന് പറഞ്ഞ് പൂൾ ചെയ്തിട്ട് അതിൽ നിന്നാണ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ GSTയുടെ പകുതി കേന്ദ്രത്തിന്റെ കയ്യിലാണ്. അതുപോലെ തന്നെ പ്രത്യക്ഷ നികുതികളെല്ലാം പിരിച്ചെടുത്ത് ആ പിരിച്ചെടുക്കുന്നതിന്റെ 41% മാത്രമാണ് സംസ്ഥാനങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നത്. ബാക്കി മുഴുവനും എടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അപ്പൊ ഇങ്ങനെ, അതായത് ഈ പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, അങ്ങനെ പ്രത്യക്ഷ നികുതികളെല്ലാം എടുത്ത് അതിൻ്റെ ഒരു വിഹിതം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കൊടുക്കുന്നതിനെയാണ് കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും വിശദീകരിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേന്ദ്രം വലിയ എന്താ പറയുക സൗഹൃദ മനോഭാവത്തോടു കൂടി അങ്ങ് കൈവിട്ട് സഹായിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഒട്ടും സൗഹൃദ മനോഭാവത്തോടെയല്ല. 100% കളക്ട് ചെയ്ത് പൂളി ചെയ്തിട്ട് അതിൻ്റെ 41% മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക്
കൊടുക്കുന്ന, അതും പല മാനദണ്ഡങ്ങളുണ്ട്. അതിലെ പല മാനദണ്ഡങ്ങളും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഒട്ടുമേ ചേരുന്നതുമല്ല. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല ഇനിയിപ്പോൾ. അപ്പോൾ അപ്പോൾ എന്താണ് വരുമാനം? റവന്യൂ വരുമാനം എന്ന് പറഞ്ഞാൽ നികുതി വരുമാനം, ഒരു സംസ്ഥാനത്തിനകത്തു നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി വരുമാനം, നികുതിയേതര വരുമാനം, സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുള്ള വരുമാനം, അതായത് സെൻട്രൽ ഗവൺമെന്റ് നൽകുന്നത് എന്ന് പറയുന്നതാണ് ഈ പ്രത്യക്ഷ നികുതിയുടെ ഒരു പൂൾ ഉണ്ടാക്കി ആ പൂളിൽ നിന്ന് മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് വിട്ടുകൊടുക്കുന്ന ഫണ്ട്. ഈ മൂന്നും കൂടി ചേർന്നതാണ് സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം എന്ന് പറയുന്നത്. ആ റവന്യൂ വരുമാനത്തിന്റെ കൊണ്ട് നമ്മുടെ റവന്യൂ ചെലവ്, എന്താണ് ഈ റവന്യൂ ചെലവ് എന്ന് പറഞ്ഞാൽ? ശമ്പളം, പെൻഷൻ, പലിശ, പിന്നെ നിത്യനിദാന ചെലവുകൾ, ഒരു സെക്രട്ടേറിയറ്റ് നടന്നു പോകണ്ടെങ്കിൽ വേണ്ടി വരുന്ന നിത്യനിദാന ചെലവുകൾ, ഇതെല്ലാം ചേർന്നതാണ് റവന്യൂ ചെലവ് എന്ന് പറയുന്നത്. റവന്യൂ ചെലവ് എപ്പോഴും റവന്യൂ വരുമാനത്തെക്കാൾ വലിയ തോതിൽ ഉയർന്നിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞാൽക്ക്, അതായത് വലിയ തോതിൽ കടമെടുക്കുന്ന ഒരു കുടുംബത്തിന്റെ അവസ്ഥ പോലെ, എത്ര സമ്പാദിച്ചാലും ആ സമ്പാദ്യത്തെക്കാൾ വളരെ കൂടുതലായിരിക്കും കടം തിരിച്ചു കൊടുക്കേണ്ടതും അതിൻ്റെ പലിശയൊക്കെയും കൂടി. അങ്ങനെ വരുമ്പോഴാണ് കുടുംബങ്ങൾ ആത്മഹത്യയിലേക്കും ഒക്കെ പോകുന്നത്. അപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഗതി ഏകദേശം അതുപോലെയാണ്. അതായത് ഈ പറയപ്പെട്ട വരുമാന മാർഗങ്ങളെല്ലാം തൂത്തുകൂട്ടിയാൽ പോലും റവന്യൂ ചെലവിന് തികയില്ല. റവന്യൂ ചെലവിന് തികയാതിരിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഒന്നാമത്, റവന്യൂ സമാഹരണം ശരിയല്ല. കേരളത്തിനകത്ത് നിന്ന് പിരിച്ചെടുക്കേണ്ട നികുതി ആണല്ലോ നികുതി വരുമാനം, റവന്യൂ വരുമാനം കേരളത്തിനകത്തു നിന്നുള്ളത്. അതായത് ആ റവന്യൂ വരുമാനം സമാഹരണം തന്നെ ശരിയല്ല, കാര്യക്ഷമമല്ല. അത് കാര്യക്ഷമമല്ല എന്നുള്ളതിന് CAG ഒരുപാട് എക്സാമ്പിൾസ് കാണിച്ചു തരുന്നുണ്ട്. 2024-25 ബജറ്റ് ഡോക്യുമെന്റ് ആയിരിക്കുന്നത് കേട്ടോ, ബജറ്റ് ഇൻ ബ്രീഫ്. ഈ ബജറ്റ് ഡോക്യുമെന്റിൽ A41 എന്ന പേജിൽ ടേബിൾ A39 നികുതികൾ ചുമത്തി പക്ഷേ പിരിച്ചെടുക്കാൻ ഒത്തില്ല, കുടിശ്ശികയായിട്ട് കിടക്കുന്നു. അങ്ങനത്തെ കണക്കാണ് ഇതിനകത്ത് പറയുന്നത്. CAG പറഞ്ഞിരിക്കുന്ന 2022-23 കണക്കാണ്. 22-23 കണക്കിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ഞാൻ 24-25 കണക്ക് മാത്രം പറയാം. അതായത് ഓരോ വർഷവും ഇതുപോലെ കുടിശ്ശികയുണ്ട് എന്ന് ഉറപ്പിച്ചോളൂ. അതുകൊണ്ട് ഞാൻ 24-25, അതാണല്ലോ ഇപ്പൊ ലേറ്റസ്റ്റ്, ആ കണക്ക് ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയാം. എന്തൊക്കെയാണ്? അതായത് 19,975.43 കോടിയാണ് ആകെ കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ളത്. അതിൽ നിന്ന് ഒരു തടസ്സവുമില്ലാതെ, അതായത് കുടിശ്ശിക സമയത്ത് പിരിച്ചെടുക്കാൻ ഗവൺമെന്റ് എഫിഷ്യൻസി കാണിച്ചില്ലെങ്കിൽ അവസാനം ഈ ട്രൈബ്യൂണലിൽ പോകും, അല്ലെങ്കിൽ കോടതി പോകും, അങ്ങനെ തടസ്സങ്ങളുണ്ടാവും. അങ്ങനെ ഒരു തടസ്സവും ഇല്ലാതെ തന്നെ പിരിച്ചെടുക്കാനുള്ള കുടിശ്ശിക എത്ര കോടിയാണ്? 14,061.30 കോടി. ഒരു തടസ്സവുമില്ല, പക്ഷെ പിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ പിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറയുമ്പോൾ നോക്കുക, ടാക്സസ് ഓൺ കമ്മോഡിറ്റീസ്, അതായത് ചരക്ക് സേവന നികുതിയിലെ തന്നെ കുടിശ്ശിക എത്രയുണ്ടെന്ന് നോക്കുക. പിരിച്ചെടുക്കാൻ പ്രശ്നങ്ങളില്ലാതെ എന്നിട്ടും പിരിച്ചെടുക്കാത്തത് 13,281.10 കോടി. അതുപോലെ തന്നെ നോക്കുക, ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി, നമ്മൾ ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മുടെ കണക്ഷൻ പോകുമേ. പക്ഷെ ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് സർക്കാരിലേക്ക് കൊടുക്കാത്ത നികുതി എത്രയാണെന്ന് നോക്കാം നമുക്ക്. 3,757.96 കോടി. 2024-25 കാര്യമാണ്. നമ്മൾ കേരളം ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ചാർജ് ഒരു യൂണിറ്റിന് കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. അത് കൊടുക്കാതിരുന്നാൽ ഫ്യൂസ് ഊരിക്കൊണ്ടു പോകും. അതുകൊണ്ട് നമ്മൾ കടം വാങ്ങിച്ചായാലും എങ്ങനെയായാലും അത് കൊടുത്തിരിക്കും. പക്ഷേ നമ്മളിൽ നിന്ന് ഇത് കൃത്യമായിട്ട് ഈടാക്കുന്ന ഇലക്ട്രിസിറ്റി ബോർഡ് ഇത് സർക്കാരിലേക്ക് അടയ്ക്കുന്നില്ല. അതുകൊണ്ടാണ് എത്ര കോടിയാണ്? 3,757.96 കോടിയാണ് കുടിശ്ശികയാക്കിയിരിക്കുന്നത്. ഇതുപോലെ കുടിശ്ശികയുള്ള എല്ലാ വകുപ്പുകളുടെ കണക്കും ഈ പറയപ്പെട്ട ബജറ്റ് ഇൻ ബ്രീഫ്, ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഡോക്യുമെന്റ് ആണ് ബജറ്റ് ഇൻ ബ്രീഫ്. എന്നിട്ട് എന്തേ ആദ്യം തന്നെ, ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചതാ, ആദ്യത്തെ സ്വെയറിംഗ് ഇൻ സെറിമണിയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതാണ് എഫിഷ്യൻസിക്കായിരിക്കും മാർക്ക് ഇടുക എന്ന്. എഫിഷ്യൻസിക്കാണ് എല്ലാ വികസിത രാജ്യങ്ങളും ഉദ്യോഗസ്ഥർക്ക് മാർക്ക് ഇടുന്നത്, അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത്, ഇൻക്രിമെന്റ് കൊടുക്കുന്നത്. അതല്ലാതെ
ചുമ്മാ അവിടെ പോയിട്ട് കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണും ഒക്കെ പിടിച്ച് സുഖമായിട്ടിരുന്നിട്ട് വൈകുന്നേരം ഇറങ്ങി പോകുന്നവർക്കല്ല പ്രൊമോഷനും ഇൻക്രിമെന്റും ശമ്പള പരിഷ്കരണവും ഒക്കെ കൊടുക്കുന്നത് എന്നത് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഓർക്കണം. അതുപോലെ സമൂഹവും മനസ്സിലാക്കണം. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മനസ്സിലാക്കണം. എഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട 1 രൂപ പോലും കുടിശ്ശികയായിട്ട് വരില്ല. നികുതി അടയ്ക്കാത്തവന്റെ ചെവിയിൽ അപ്പോ തന്നെ പിടിക്കണം. അത് CAG ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ ഈ നികുതി അടവ് ഇങ്ങനെ കുടിശ്ശികയായി പോകുന്നത്? CAG പറയുന്നു വകമാറ്റി ചെലവഴിക്കൽ. അത് 2023 CAG ഇത് 2024 വെച്ച റിപ്പോർട്ടിലാണ് ഇന്ന് പറയുന്ന പല കണക്കുകളുള്ളത്. പക്ഷെ 2023 മാർച്ചിൽ CAG പുറത്തുവിട്ട കണക്കുണ്ട്. ആ കണക്കിൽ പറയുന്നുണ്ട് വകമാറ്റി ചെലവഴിക്കുന്നത് മാത്രമല്ല അവിടെ CAG ചൂണ്ടിക്കാണിക്കുന്നത് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്താതിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്റേണൽ ഓഡിറ്റിംഗ്? അതായത് ഇന്റേണൽ ഓഡിറ്റിങ്ങിന് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ധാരാളം പേരുണ്ട് സർക്കാർ സർവീസിൽ. അവർക്ക് ജോലിയില്ല. എന്താ ജോലിയില്ലാത്തത്? അവർ ഓഡിറ്റിങ്ങിന് വേണ്ടി ചെല്ലുമ്പോൾ വകുപ്പുകൾ സമ്മതിക്കത്തില്ല. എന്തുകൊണ്ട് വകുപ്പുകൾ സമ്മതിക്കുന്നില്ല? കാരണം ആ വകുപ്പിൽ ഏത് പർപ്പസിനാണോ ഫണ്ട് അലോട്ട് ചെയ്തിരുന്നത് ആ പർപ്പസിന് വേണ്ടി ആ ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല. ആ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു. പിന്നെ എന്ത് ഓഡിറ്റിംഗാ നടത്താൻ പറ്റുക? ഓഡിറ്റ് നടത്തി അടിമേടിക്കേണ്ടി വരും വകുപ്പ്. അതുകൊണ്ട് ഓഡിറ്റ് എങ്ങനെയെങ്കിലും നിരുത്സാഹപ്പെടുത്തും. എന്നിട്ട് CAG എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? അങ്ങനെ ഓഡിറ്റിംഗ് നടത്താതിരിക്കുമ്പോൾ CAG പറയും, CAG ഒരു ഇൻഡാസ് കൊടുക്കും. അതായത് CAG ഇന്ന ദിവസം ഇന്ന വകുപ്പുകളിൽ ഓഡിറ്റിങ്ങിന് വരുന്നു. അങ്ങനെ പറയുമ്പോൾ ഇവർക്ക് ഓഡിറ്റിങ്ങിന് പോകാതിരിക്കാൻ ഒക്കില്ല. ആ ഡോക്യുമെന്റ് കണ്ടുവേണം വെരിഫിക്കേഷനൊക്കെ നടത്തി അത് എല്ലാം തെറ്റാണെന്ന് കണ്ടാൽ നേരിട്ട് വേറെ ഇത് ചെയ്യേണ്ടതുണ്ട് CAGക്ക്. അങ്ങനെ വരുമ്പോഴാണ് ഓടിച്ചിട്ട് ഒരു ഓഡിറ്റിംഗ് നടത്തിക്കുന്നത്, ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തിക്കുന്നത്. ഇതൊക്കെ ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്താൻ താല്പര്യമുള്ള വളരെ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥർ ഓഡിറ്റേഴ്സ് ഉണ്ട് സെക്രട്ടേറിയറ്റിൽ. അവർ തന്നെ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ തൽപരരാണ് ഓഡിറ്റിങ്ങിന്, പക്ഷെ ഞങ്ങൾ ഓഡിറ്റിങ്ങിന് ചെല്ലുമ്പോൾ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു, തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അവസാനം CAG വരുന്നു എന്ന് പറയുമ്പോഴാണ് ഞങ്ങളെ അനുവദിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ഓഡിറ്റിംഗ് നടത്താൻ പറ്റില്ല, സമയമില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എവിടെ ഇരിക്കുന്നു മുഖ്യമന്ത്രിയുടെ കാര്യക്ഷമത എന്നത് നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കുകയും ചോദിക്കുകയും ചെയ്യേണ്ടുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഓരോ വകുപ്പും കൊടുക്കേണ്ട കുടിശ്ശികകളെല്ലാം കൂടി കിടക്കുകയാണ്. എങ്ങനെയാ ഗവൺമെന്റിന് കുടിശ്ശിക ഇനി തന്നേരെ കുടിശ്ശിക വെക്കരുത് എന്നും പറഞ്ഞ് ആരുടെയെങ്കിലും ചെവിക്ക് പിടിക്കാൻ പറ്റുക? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ കുടിശ്ശിക പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്കറിയാവുന്നത്? ഉദാഹരണത്തിന് കേരളീയം നടത്തി സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തു. സ്പോൺസർഷിപ്പ് കോടിക്കണക്കിന് രൂപ കൊടുത്ത് സ്പോൺസർഷിപ്പ് എടുത്ത ഏതെങ്കിലും ഒരു വ്യാപാരിയുടെയോ വ്യവസായിയുടെയോ അല്ലെങ്കിൽ കല്ലുവെട്ട് മുതലാളിയുടെയോ ക്വാറി മുതലാളിയുടെയോ അടുത്ത് കുടിശ്ശിക അടയ്ക്കാത്ത എന്ന് ചോദിക്കാനോ ചെവിക്ക് പിടിക്കാനോ പറ്റില്ല. കാരണം എന്താണ്? അവരെ കൊണ്ടൊക്കെ നിർബന്ധമായിട്ട് സ്പോൺസർഷിപ്പ് കോടികൾ എടുപ്പിച്ചതാണ്. അതൊക്കെ സർക്കാരിൻ്റെ കാണാ ഖജനാവിലേക്ക് കടന്നുപോയി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവർക്ക് എങ്ങനെയാണ് ആരുടെയെങ്കിലും ചെവിക്ക് പിടിച്ച് കാര്യക്ഷമത വർദ്ധിപ്പിച്ച് കുടിശ്ശിക ഇല്ലാതെയാക്കാൻ പറ്റുക? അപ്പൊ അങ്ങനെയുള്ള വലിയ അപരാധങ്ങൾ ഒരു ഗവൺമെന്റ് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം എന്തായിരിക്കും? ഇതുപോലെ കുടിശ്ശികയാവുക, ഒരു നിവൃത്തിയുമില്ലാതെ ചെലവ് കുതിച്ചുയരുക, വരുമാനം ഇല്ലാതിരിക്കുക, ഇതൊക്കെ തന്നെയായിരിക്കും അപ്പം ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ വകമാറ്റി ചെലവഴിക്കൽ പോലെയുള്ള മാമാങ്കങ്ങൾ മൂലം എന്ത് സംഭവിക്കുന്നു? റവന്യൂ വരുമാനത്തേക്കാൾ വളരെ കൂടുതലാകുന്നു റവന്യൂ ചെലവ്. അപ്പോൾ റവന്യൂ ചെലവ് ഇവർ മനസ്സിലാഗ്രഹിക്കുന്നത് പോലെ പല കാര്യങ്ങളും ചെയ്യുകയാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ റവന്യൂ വരുമാനമായിട്ട് നികുതിയേതരം കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം, ഈ 3 തരത്തിലും കൂടെ കിട്ടുന്ന വരുമാനം തികയില്ല. അപ്പോൾ പോയി കടമെടുക്കുന്നു. കടമെടുത്തോളൂ, പക്ഷെ അത് റവന്യൂ ചെലവിനാകരുത് എന്നാണ് നിയമം അനുശാസിക്കുന്നത്. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട്. ആ ആക്ട് എന്താണ് പറയുന്നത്? കടമെടുക്കുന്നത് GSDPയുടെ 3% ആകാവൂ. GSDP മീൻസ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര മൊത്ത വരുമാനം. ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 3% വരെ ആകാവൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ കടമെടുപ്പിന്റെ ആ ശതമാനം നമുക്കൊന്ന് നോക്കാം.
കടമെടുപ്പിൻ്റെ ശതമാനം നോക്കുമ്പോൾ ഇതാ കാണാം. അതിന് ഏത് ടേബിളാണ് നോക്കേണ്ടത്? നിങ്ങൾക്ക് ആർക്കും ഇതൊക്കെ പഠിക്കാവുന്ന വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഈ ബഡ്ജറ്റ് ഇൻ ബ്രീഫ് ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ടേബിൾ A7 ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, അതാണ് അതിൻ്റെ ഹെഡിങ്. അതിനകത്ത് ടോട്ടൽ ഡെറ്റ് ആസ് പെർസെൻറ്റേജ് ഓഫ് GSDP, അതായത് ഡെറ്റ് GSDP റേഷ്യോ കൊടുക്കുന്നുണ്ട് ഒരു കോളത്തിൽ. എന്താ ആ കോളത്തിലുള്ള ഒരു റോയിൽ, ആ റോയിൽ എന്താ പറയുന്നതിന് മുൻപ് ഡെറ്റ് GSDP റേഷ്യോ ഞാൻ ഒന്നോടെ ആവർത്തിക്കുകയാണ്. ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് 2003 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹകരണത്തോടെ കൊണ്ടുവന്ന് പാസ്സാക്കിയത്. 2002 ബില്ല് കൊണ്ടുവന്നു, 2003 അത് പൂർണ്ണ സജ്ജമായി പാസ്സാക്കി. ഈ ബില്ലിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്താണ്? ഒരു സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെയോ ഒരു വർഷത്തെ കടം 3% GDPയുടെ കേന്ദ്രമാണെങ്കിൽ, GSDP സംസ്ഥാനമാണെങ്കിൽ 3% കൂടാൻ പാടില്ല. രണ്ടാമത്, ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ്. എന്താണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് ഓർ ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്? അതായത് പല വർഷമല്ല, ആ സംസ്ഥാനം രൂപീകരിച്ച വർഷം മുതൽ കൂട്ടിച്ചേർക്കപ്പെട്ട കടം, അതാണ് ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ആ ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ 29%, അതായത് GSDPയുടെ 29% കൂടാൻ പാടില്ല ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പം നമുക്ക് അത് മാത്രം നോക്കാം. അത് GSDPയുടെ പെർസെൻറ്റേജ് ആയിട്ട് പറയും, മറ്റത് വെറുതെ കുറേ കണക്കുകളാണല്ലോ. ആ കണക്കുകളെ GSDPയുടെ പെർസെൻറ്റേജ് ആയിട്ട് നോക്കുമ്പോൾ എത്രയായിരിക്കുന്നു? 29 ആണോ, 29 താഴെയാണോ, അതിന് മുകളിലാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആ സ്റ്റാൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാകും. അതായത് ഫിസിക്കൽ പൊസിഷൻ എന്താണ് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ടോർച്ചാണ് ഈ പറയപ്പെട്ട ഡെറ്റ് GSDP റേഷ്യോ, ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് GSDP റേഷ്യോ. 2021-22 35.92% അതായത് 29% നിജപ്പെടുത്തേണ്ടത് 35.92%. ഇനി 22-23 34.67%. ഇനി 23-24 34.29%. 24-25 ബജറ്റ് എസ്റ്റിമേറ്റ് അനുസരിച്ച് 34.15% 2024-25. ഇനി ഈ വർഷത്തെ ബജറ്റ് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആകുന്നത് എന്താണ്? 2020 ശേഷം ഇങ്ങോട്ടുള്ള ഒറ്റ വർഷവും ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് 29%-ഓ അതിൽ താഴെയോ ആയിരിക്കണം എന്ന ആ നില കേരള ഗവൺമെൻറ്റിന് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എല്ലായ്പ്പോഴും 35-ന്റെ ചുറ്റുവട്ടത്തിൽ, 35-ന് മുകളിലോ അതിൻ്റെ തൊട്ട് താഴെയോ ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ കടമെടുപ്പിൽ നാം ഒരു പരാജയമാണ്. കടമെടുക്കുന്ന പണം റവന്യൂ ചെലവിന് വേണ്ടി വകമാറ്റുന്നു. അതുകൊണ്ട് സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളോ നടത്തുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തിക ഉത്തരവാദിത്വം, ഇൻഫ്രാസ്ട്രക്ചർ, അതായത് മൂലധനം, ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഭൗതിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിക്കുന്നില്ല. ഒറ്റ ഉദാഹരണം എടുത്താൽ മതി. അതായത് മാനന്തവാടിയിൽ പഞ്ചാരക്കൊല്ലിയിൽ എന്താ സംഭവിച്ചത് എന്ന് നമുക്കറിയാം. നരഭോജിയായ ഒരു കടുവ ഒരു ജോലിക്ക് കാപ്പി കുരു പറിക്കാൻ തോട്ടത്തിലേക്ക് പോയ ഒരു സ്ത്രീയെ കടിച്ചു കൊന്നു, പകുതിയോളം തിന്നും തീർത്തു. അപ്പോഴേക്കുമാണ് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്, ഫോറസ്ട്രിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? അങ്ങനെ വരുന്നതിന് കാരണം എല്ലായ്പ്പോഴും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളും തന്നെ, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആലപ്പുഴ ജില്ല മാത്രം അതിനൊരു അപവാദമുള്ളത്. ബാക്കി എല്ലാ ജില്ലകൾക്കും ഇങ്ങനെ വൈൽഡ് ലൈഫുമായിട്ടുള്ള സംഗമമുണ്ട്. അതായത് മനുഷ്യ വന്യജീവി സംഘർഷം വളരെ രൂക്ഷമാണ്. വയനാട് ജില്ല, ഇടുക്കി ജില്ല, പത്തനംതിട്ട ജില്ല, ഇവയിലൊക്കെ അല്ല, തൃശ്ശൂരും ഈവൻ എറണാകുളം ജില്ലയ്ക്ക് പോലും അത്തരം കെടുതികളുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്തിന്, എല്ലാ ജില്ലകൾക്കും എക്സെപ്റ്റ് ആലപ്പുഴ.
അപ്പോൾ ഇവിടെയൊക്കെ എന്ത് വേണമെന്നാ സാധാരണ പറയണത്? ഞാനൊക്കെ സ്ഥിരം പറയാറുള്ള ഒരു കാര്യമാണ്, തൊഴിലുറപ്പ് പദ്ധതിക്കാര് സർക്കാരിന്റെ കയ്യിലല്ലേ പണം ഇല്ലെന്ന് പറയണേ. ശരി, വേണ്ട, ആ പണം എടുക്കണ്ട. തൊഴിലുറപ്പ് പദ്ധതി 90 രൂപ കേന്ദ്രം മുടക്കുമ്പോൾ 10 രൂപ സംസ്ഥാനം മുടക്കിയാൽ മതി. ആ തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ പണിക്കാരെ കൊണ്ട്, തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നതൊക്കെ സ്ത്രീകളെ, ഒരു കുഴപ്പവുമില്ല. അവർ അസലായിട്ട് തൂമ്പ എടുത്ത് കിളയ്ക്കും. നേരത്തെ ആദ്യം തന്നെ ഈ ട്രഞ്ച് ഉണ്ടാക്കുന്ന ആ ഒരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ തന്നെ വയനാട് ജില്ലയിലും പാലക്കാട് ജില്ലയിലും ഒക്കെ ആന മനുഷ്യവാസ കേന്ദ്രത്തിലേക്ക് കടക്കാതിരിക്കാൻ ട്രഞ്ച് ഉണ്ടാക്കിയത് ഈ പറയപ്പെട്ട തൊഴിലാളികളായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അപ്പോൾ ഈ പണ്ടൊക്കെ കോൺക്രീറ്റ് ചെയ്യില്ല, ട്രഞ്ച് ഉണ്ടാക്കി. അത് കോൺക്രീറ്റ് ചെയ്ത് നല്ല ഒന്നാം തരം ട്രഞ്ച് ആക്കുക. അതുപോലെ തന്നെ ഗുണ്ടൽപേട്ട് മോഡൽ എന്താണ്? കടുവ, പുലി, അതുപോലെയുള്ള ഒരു കാട്ടുമൃഗവും കടന്നു കയറില്ലാത്ത പരുവത്തിൽ വലിയ പൊക്കവും സ്ട്രോങ് ആയിട്ടുള്ള മതില് കെട്ടുന്നു. വലിയ മതില്, ആ കോട്ടമതിൽ പോലെയുള്ള മതില്. ആ മതിൽ ചാടിക്കിടന്ന് ഒരു മൃഗവുമില്ല. ഇതൊക്കെ ചെയ്യുന്നതിന് സംസ്ഥാന ഗവൺമെന്റിന് കാര്യമായ ചെലവില്ലാതെ, അതായത് 10% മാത്രമാണ് സംസ്ഥാനത്തിന് ചെലവ് വരിക. ആ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ടാണ് ഈ ജോലികൾ ചെയ്യിക്കുന്നത് എങ്കിൽ. അത് മാത്രവുമല്ല, അതിന് വേണ്ട മറ്റ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുന്നതിനൊക്കെ പണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണവും കൂടി കേന്ദ്രം കൊടുക്കുകയും ചെയ്യും. അത് അല്ലെങ്കിൽ അതിൻ്റെയും 90% കേന്ദ്രം കൊടുക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനു വേണ്ടി ശ്രമിക്കാത്തത് എന്നതിൻ്റെ ഒരു തെളിവാണ് ആദിവാസി സ്ത്രീയെ കടുവ തിന്നത്. കടുവ കഴിഞ്ഞ 5-10 വർഷം കൊണ്ട് 8 പേരെ കൊന്നു തിന്നിരിക്കുന്നു വയനാട്ടില്. അതുപോലെ തന്നെ നമുക്ക് അന്വേഷിക്കണം, ഇടുക്കിയിൽ എത്ര പേർ, ആ തരത്തിൽ എത്ര പേർ ആനയുടെ ചവിട്ടേറ്റ് ചാകുന്നു. അത് ഈ പ്രാവശ്യം തന്നെ വയനാട് ജില്ലയിൽ തന്നെ എത്ര പേർ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു, ഇതൊക്കെ അറിയാം. അപ്പൊ ഇതിനൊക്കെ എതിരെ, അതായത് ഈ പറയപ്പെട്ട മൂലധന നിക്ഷേപം വേണ്ട മേഖലകളില് അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ വിക്ടിംസ് ആണ് മരിച്ച ആദിവാസി സ്ത്രീയും ഇതുപോലെ കൊല്ലപ്പെടുന്ന മറ്റ് നിരവധി പാവപ്പെട്ട കഠിനാധ്വാനികളായ ജനസമൂഹവും. അപ്പം ഇതൊക്കെ ഓർത്തു കൊണ്ടുവേണം സർക്കാർ കടമെടുക്കാൻ. കടമെടുക്കുന്ന പണം കടമെടുക്കുന്ന ആവശ്യത്തിന് വേണ്ടി തന്നെ ചെലവഴിക്കണം. മൂലധന നിക്ഷേപത്തിന് വേണ്ടി തന്നെ ചെലവഴിക്കണം. കടമെടുത്ത് എങ്ങനെയും നശിക്കട്ടെ എന്ന് കടമെടുത്ത് ആ പണം കൊണ്ട് PRD വർക്കിന് പോവുകയല്ല വേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ ആരാണ് ഈ സർക്കാരിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകില്ല. ഇവർക്ക് മനസ്സിലാകണമെങ്കിൽ ഇവര് ഒരു ഇലക്ഷനില് നെല്ലം പരിശായിട്ട് വീഴണം. ഇപ്പോ വെസ്റ്റ് ബംഗാളിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാമല്ലോ. 35 വർഷം ഭരിച്ചിട്ട് ബംഗാളിലെ അടുപ്പ് പുകയണമെങ്കിൽ അവിടുത്തെ യുവാക്കൾ കേരളത്തിൽ വന്ന് പണിയണമെന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആ അവസ്ഥ കേരളത്തിന് ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ കണ്ണു തുറന്ന് യുക്തിസഹമായി ചിന്തിച്ച് വേണം വോട്ട് ചെയ്യാനും ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാനും. ബ്രൂവറി ഇഷ്യൂ ഇപ്പൊ എലപ്പുള്ളിയിലുണ്ട്. എലപ്പുള്ളിയിലെ ബ്രൂവറി ഇഷ്യൂ കാണുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഞാൻ അവിടെ ഡേറ്റ കളക്ഷന് പോയതാണ് എൻ്റെ PhD വർക്കിന്റെ സമയത്ത്. അങ്ങനെ ഡേറ്റ കളക്ഷന്, നെല്ലിന് വേണ്ടിയുള്ള രാസവള ഉപഭോഗം പഠിക്കാൻ പോയതാണ്. അപ്പൊ അവര് പറഞ്ഞു, എലപ്പുള്ളിക്കാരും പറഞ്ഞു, പ്ലാച്ചിമടക്കാരും പറഞ്ഞു, രണ്ടാം കൃഷിയുടെ വരുമാനം കുറവാണ്, ഉൽപാദനക്ഷമത. കാരണം എന്താണ്? വെള്ളത്തിന്റെ ചുരുക്കം കാരണം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വേണ്ട അളവിൽ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ആ കർഷകർ 1996 ഞാൻ ഡേറ്റ കളക്ഷന് പാലക്കാട്ട് പോയത്. അന്ന് അവിടുത്തെ കർഷകര്, ഞാൻ 250 കർഷകരെ നേരിട്ട് കണ്ട് സംസാരിച്ചതാണ്. അന്ന് കൊടുത്ത ക്വസ്റ്റ്യനെയർ ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരം നൽകുമ്പോഴാണ് അവർ പറഞ്ഞത്, വെള്ളത്തിന്റെ ഷോർട്ടേജ് കാരണം രണ്ടാം വിള വേണ്ട രീതിയിൽ ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഉൽപാദനം കുറവാണ് എന്ന് ആ കർഷകർ എന്നോട് പറഞ്ഞത്. എന്ന് വെച്ചാൽ 96 ജലദൗർലഭ്യമുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. ആ പാലക്കാട് ജില്ലയിലേക്ക് ബ്രൂവറി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ആലോചിക്കണം. അപ്പം ഈ നമ്മൾ പരിസ്ഥിതിയെ താലോലിച്ചുകൊണ്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നികുതി പണം ചെലവഴിക്കുന്ന ഒരു ഗവൺമെന്റ് അതാണ് ചെയ്യേണ്ടത്. അത് ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ് CAGയെ കൊണ്ട് ഇത്ര കടുത്ത ഭാഷയിൽ ഇതുപോലെ ഒരു റിപ്പോർട്ട് പുറത്തു പിടിക്കേണ്ടി വന്നത്. CAGക്ക് നാം നന്ദി പറയുക.
ഗവൺമെന്റ് മൂർധാബാദ് എന്ന് വിളിക്കുന്നതോടൊപ്പം CAG സിന്ദാബാദ് എന്നുകൂടി വിളിക്കാൻ നാം മറക്കേണ്ടതില്ല.